ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച 7 മെയ് 2026. ഈ മാസത്തെ 7-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 127-ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷം വരുന്ന 33-ാമത്തെ ദിവസമാണ് ഇന്ന് 498-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: പാപമോചന അധികാരം ആർക്കാണ് നൽകിയിരിക്കുന്നത്? പാപമോചന അധികാരം ആർക്കാണ് നൽകിയിരിക്കുന്നത്? രക്ഷകനായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാന്റെ അരികിൽ വന്ന ജനങ്ങളോട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു. അന്ന് യെരൂശലേമ്യരും യഹൂദരൊക്കെയും യോർദാന്റെ ഇരുകരയുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അരികിൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു എന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പുറകെ വന്ന് ക്രിസ്തു പാപമോചനത്തിനുള്ള അധികാരം ശിഷ്യന്മാർക്ക് നൽകി. വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ശിഷ്യന്മാരിൽ തലവനായ പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിൽ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു എന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 18-ഉം 19-ഉം വാക്യത്തിൽ പറയുന്നുണ്ട്. പുനരുദ്ധാനത്തിന് ശേഷം വാഗ്ദാനം ചെയ്ത ഈ അധികാരം ശിഷ്യന്മാർക്ക് നൽകി അവരെ അയക്കുന്നു. നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വേദഭാഗത്ത് ഇത് എടുത്തു പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ ഈ അധികാരം ഉപയോഗിച്ച് പാപം മോചിപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തന കാലത്ത് വിശ്വാസികൾ വന്ന് ശിഷ്യന്മാരുടെ അരികിലെത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ചു. പൗലോസ് അപ്പോസ്തലൻ നിരപ്പിന്റെ ശുശ്രൂഷ വഴി നമ്മെ ക്രിസ്തുവുമായി ബന്ധിച്ചു. ഈ നിരപ്പിന്റെ വചനം പാരമ്പര്യം വഴി പരമേൽപ്പിക്കപ്പെട്ടതാണ് എന്ന് 2 കൊരിന്ത്യർ 5-18 മുതൽ 21 വരെ പറയുന്നു. അപ്പോസ്തലന്മാരിൽ നിന്നും കൈവയ്പിൽ പിൻഗാമികളായ പുരോഹിതന്മാരും സഭയിൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷ അനുവർത്തിച്ചു വരുന്നു. ഈ അധികാരം കൈമാറി വരുന്നതാണ്. ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യമുള്ളവരായ ഈ പുരോഹിതർ പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുകയാണ്. അവർ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലിയർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 6-3-ലും എബ്രായർ 5-1-2 ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് എതിരായും തനിക്കെതിരായും പാപം ചെയ്യുന്ന വ്യക്തി ദൈവത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതിനിധിയായി പുരോഹിതന്റെ പക്കൽ പാപം ഏറ്റുപറഞ്ഞ് മോചനം സ്വീകരിക്കുന്നത് ന്യായമാണ്. അതുകൊണ്ട് ദൈവം ഈ അധികാരം നൽകിയത്. ഈ അധികാരം പുരോഹിതന്മാർക്ക് ഇല്ലെന്ന് എബ്രായ ലേഖനം അംഗീകരിക്കുന്നവർക്ക് പറയുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എബ്രായ ലേഖനം തള്ളിപ്പറയേണ്ടതായി വരും. പഴയ നിയമം സമൂലം എടുത്താൽ അനേകം മധ്യസ്ഥ പ്രാർത്ഥനയും പാപപരിഹാരത്തിന് യഹോവയോട് യാചിക്കുന്നതും കാണാം. ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിൽ അകപ്പെട്ടപ്പോൾ ദൈവകോപം മാറ്റുന്നതിനായിട്ട് മോശ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ കഠിന കോപത്തെ വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് നേരെയുള്ള ഈ ദോഷത്തെക്കുറിച്ച് അനുദപിക്കണമേ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ദൈവം അവന്റെ യാചനയ്ക്ക് മറുപടി അരുളി യഹോവ അനുദപിക്കുകയും ചെയ്തു എന്ന് ഇവിടെ കാണുന്നു. ദാവീദ് ഗോത്രത്തലവന്മാരായ പിതാക്കന്മാരിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പറയുകയാണ്,
നീ പണ്ടേ സമ്പാദിച്ചിട്ടുള്ള നിന്റെ സഭയെയും നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ അവകാശമായ ഗോത്രത്തെയും നീ വസിച്ച ഈ സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ എന്ന് 74-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നീ പണ്ടേ സമ്പാദിച്ച സഭയെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പുറപ്പാട് പുസ്തകം 15-16 നീ സമ്പാദിച്ച ജനമെന്ന് പറഞ്ഞിരിക്കുന്നു. ആവർത്തന പുസ്തകം 9-29 നിന്റെ ബലം കൊണ്ട് നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും എന്ന് പറയുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ സഭയെ വീണ്ടെടുക്കപ്പെട്ടതായി കണ്ടിരുന്നു. രക്തത്താൽ സമ്പാദിച്ച അവന്റെ സഭയെ ഒരിക്കലും അവൻ മറന്നുകളയുകയില്ല. വീണ്ടെടുത്ത സഭ അവന്റെ അവകാശ ഗോത്രമാണ്. സഭയെ ഒരിക്കലും യഹോവ മറക്കുകയില്ല. അവൻ വസിച്ചു പോന്ന സിയോൻ പർവ്വതം അത് സഭയുടെ ആരാധനാ കേന്ദ്രമാണ്, ആലയമാണ്. യെരൂശലേമിനെ പരിരക്ഷിക്കുന്നത് പോലെ സഭയെയും പരിരക്ഷിക്കുന്നു. യഹോവയുടെ സഭ ജാതികളാൽ അശുദ്ധമാക്കപ്പെടുവാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. ദൈവാത്മാവ് വസിക്കുന്ന നമ്മുടെ ഹൃദയം പിശാച് വസിക്കുവാൻ ദൈവം ഇടയാക്കുകയില്ല. ആയതിനാൽ സഭ എന്തു പറയുന്നു എന്ന് കാതോർത്ത് ഇരിക്കുവീൻ. സഭയ്ക്ക് കീഴ്പ്പെട്ട് ജീവിപ്പീൻ. സഭ രക്ഷയുടെ മാർഗം ഒരുക്കിത്തരും. സഭയ്ക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായ ഒരു വചനം പോലും ബൈബിളിൽ ഇല്ല. അത് വായിക്കുക, പഠിക്കുക, എല്ലാം വെളിപ്പെടുത്തി തരും. വചനം ജീവനുള്ളതാണ്. അത് സംസാരിക്കും. അതിനെ വിശുദ്ധിയോടെ കാത്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും നമ്മെ തന്നെ ആ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തൃപാദത്തിൽ സമർപ്പിക്കുകയും വേണം. അതിനായി നാം വേദപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ് എന്നും പരിശുദ്ധാത്മ നിറവോടുകൂടി ഓരോരുത്തരെ എഴുതിയതാണ് എന്നും കൃത്യമായി മനസ്സിലാകും. ഇതൊക്കെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നതായ ആ സമയത്തിന്റെ ദശാംശം ദൈവത്തിനായി സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു ദിവസം 144 മിനിറ്റ് ആണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. അതായത് 2 മണിക്കൂറും 24 മിനിറ്റും. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.